നിർവഹിക്കപ്പെടുകയാണ്. ഈ മഹനീയ സാന്നിധ്യത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിശിഷ്യ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട മഹനീയ വ്യക്തിത്വങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ചുരുങ്ങിയ സമയങ്ങൾക്കകം ഒട്ടം സർവീസ് ബാങ്ക് ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട തൊടുപുഴ ശ്രീ പി ജെ ജോസഫ് അവർ നിർവഹിക്കപ്പെടുകയാണ്.
മണ്ഡലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ സാം ക്രിസ്റ്റി ദാനിയൽ IPS അവരുടെ അധ്യക്ഷതയിൽ തൊടുപുഴയുടെ പ്രിയങ്കരനായ MLA ശ്രീ PJ ജോസഫ് അവർ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ മഹനീയ സാന്നിധ്യത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുട്ടം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ശ്രീ സാം ക്രിസ്റ്റി ഡാനിയൽസ് IPS സാറിന്റെ അധ്യക്ഷതയിൽ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുമാരി ജ്യോതിസ് ജോസിനെ ക്ഷണിക്കുന്നു. ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ശ്രീ ജീൻ ജോസഫ് സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. മുട്ടം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ സാം ക്രിസ്റ്റി ഡാനിയൽ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന പ്രിയങ്കരനായ തൊടുപുഴ MLA ശ്രീ പി ജെ ജോസഫ് സാർ, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവ്സിയ, ബ്ലോക്ക് മെമ്പർമാരായ ഗ്ലോറി പൗലോസ്, ശ്രീ NK ബിജു, വാർഡ് മെമ്പർ ശ്രീ അരുൺ ചെറിയാൻ, വിശിഷ്ട അതിഥിയായിരിക്കുന്ന ശ്രീ ദിനേശ് ചന്ദ്രൻ, റിട്ടയർഡ് CRPS ജവാനും നമ്മുടെ മുൻ സ്റ്റാഫായ രാമകൃഷ്ണ സാർ ചേട്ടന്റെ മകനുമായ AR സന്തോഷ് അമ്പാട്ട്, ബാങ്കിന്റെ സെക്രട്ടറി ശ്രീ രമ്യ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ നേതാക്കളെ, സുഹൃത്തുക്കളെ, ബാങ്കിന്റെ സ്റ്റാഫ്, മുൻ പ്രസിഡന്റുമാര്, മുൻ ബോർഡ് മെമ്പർമാര്, നേരത്തെ റിട്ടയറായി ഇവിടുന്ന് പിരിഞ്ഞുപോയ സ്റ്റാഫുകൾ, സഹകാരി സുഹൃത്തുക്കളെ, എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബോർഡ് മെമ്പർമാരെ, സുഹൃത്തുക്കളെ, നമ്മൾക്കിതൊരു ചരിത്ര നിമിഷമാണ്. കാരണം ഒരു സഹകരണ പ്രസ്ഥാനം 100 വർഷം അതിന് കേടുകൂടാതെ അത് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നമുക്ക് ഇത്രയും കാലം കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഐക്യം, അല്ലെങ്കിൽ മുട്ടംകാരുടെ കൂട്ടായ്മയുടെ ഒരു ഐക്യം, അതിന് വളരെ പ്രസക്തിയുണ്ട്. ഇത്രയും പഴക്കമുള്ള ഒരു ബാങ്ക് ചുറ്റുവട്ടത്ത് അടുത്ത പ്രദേശങ്ങളില്ല. നമ്മൾക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ തലമുറകൾ ഈ ബാങ്കിലൂടെ വന്ന് കടന്നു പോകുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റ് ഡാനിയൽ സാറിന്റെ മകൻ, ഡാനിയൽ സാർ ഇവിടുത്തെ മുൻപ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനും ഇപ്പൊ ഇവിടെ തന്നെ പ്രസിഡന്റ് ആകാൻ പറ്റി. അതുപോലെ ചിറ്റാട്ടിൽ ഏപ്പച്ചേട്ടന്റെ മകൻ ശ്രീ വിജി ചിറ്റാട്ടിലും ഇവിടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ തലമുറകൾ നമ്മുടെ ഈ ബാങ്കിന് ചരിത്രമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫുകളും, നമ്മുടെ സ്റ്റാഫാണെങ്കിലും തലമുറകളോളം ഇവിടെ പ്രവർത്തിച്ചവരുണ്ട്. അപ്പനും മകനും, അപ്പൻ കഴിഞ്ഞതിന് ശേഷം പ്ലാത്തോട്ടത്തിൽ ലിജുവിന്റെ ഫാദർ ഒക്കെ ഇവിടെ വർക്ക് ചെയ്തവരാണ്. ഒക്കെ അങ്ങനെ എല്ലാ രീതിയിലും തലമുറകൾ പഴക്കമുള്ള ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ ഇതിന്റെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് മെമ്പേഴ്സിനെ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കാം. കുറച്ചാളുകൾ മാത്രമേ സ്റ്റാർട്ടിംഗ് മെമ്പേഴ്സിനെ കണ്ടിട്ട് കാണുള്ളൂ. നമ്മുടെ രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 600-700ഓളം പേരുകൾ ആൾക്കാര് മരിച്ചുപോയ ആൾക്കാരാണ്. ബാക്കിയുള്ള ആളുകൾ ഇപ്പം നിലവിലുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ മുട്ടം പ്രദേശത്തിന്റെ സാമ്പത്തിക ഘടനയെ അല്ലെങ്കിൽ കൃഷി മേഖലയെ, കാർഷിക മേഖലയായിരുന്ന ഏതൊരു ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം മുട്ടത്ത്, ഇപ്പോഴാണ് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. ഈ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഊറ്റം കൊടുത്തിരുന്ന ഒരു സംഭവമാണ് ഈ ജനകീയ കൂട്ടായ്മയിലുണ്ടായ ഈ ബാങ്ക് പ്രസ്ഥാനം. അന്ന് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്ത ആളുകളുടെ ഒരു ദീർഘവീക്ഷണം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏതൊക്കെയാണെന്നാലും ഇത്രയും കാലയളവിൽ ഈ കാലഘട്ടം മുഴുവനും ഇതിനൊരു കേടുപാടും സംഭവിക്കാതെ ഇത് കൊണ്ടുനടക്കാൻ സാധിച്ചത്, അതായത് നമ്മളെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു ചൂലിന്റെ ഉപമ എടുക്കുന്നാല് ഒരു ഈർക്കിൽ പെട്ടെന്ന് ഒഴിക്കാൻ പറ്റും. പക്ഷെ ഒരു കൂട്ടായ്മയായിട്ട് ഈർക്കിൽ ചൂലായിട്ട് വന്നു കഴിയുമ്പോൾ അതിനെ പെട്ടെന്ന് ഒഴിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാല് നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളുകളെ സഹകരിച്ച് നിന്നാല് ഇത് ഒരിക്കലും ഒഴിക്കാനോ അല്ലെങ്കിൽ ഇത് നശിപ്പിക്കാനോ പൊളിക്കുവാനോ ഏതൊരു ശക്തി വിചാരിച്ചാലും സാധിക്കാത്തൊരു കണ്ടീഷനുണ്ട്. ഞാൻ എന്റെ കടമയിലേക്ക് ഇറങ്ങട്ടെ. അതിൽ തന്നെ നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ പി ജെ ജോസഫ് സാറ് ഏറെ തിരക്കുള്ള മനുഷ്യനാണ്. ഇന്ന് തന്നെ അദ്ദേഹത്തിന് രണ്ടൊരു പ്രോഗ്രാം വരെ ഉണ്ട്. എങ്കിലും അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന
ജോസഫ് സാറിനെ വേദിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മേഴ്സി ദേവസ്യ, അദ്ദേഹം പുള്ളിക്കാരുടെ അടുത്തും മാഡത്തിന്റെ അടുത്തും പ്രത്യേകം ഈ കാര്യം പറഞ്ഞപ്പോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഉദ്ഘാടന വേളയിലേക്ക് നമ്മുടെ അടുത്ത് വന്ന് നമുക്കൊരു നല്ല സന്ദേശം നൽകാമെന്ന് ഏറ്റിരിക്കുന്നത്. ശ്രീമതി മേഴ്സി ദേവസ്യയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ അധ്യക്ഷൻ സാംകൃഷി സാറ് നമ്മുടെ സ്വന്തമാണെന്നുള്ള കണക്കൂട്ടലിലാണ് അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യാതെ മാറിയത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബ്ലോക്ക് മെമ്പർമാരായ ശ്രീ ഗ്ലോറി പൗലോസും ശ്രീ എം കെ ബിജുവും ചേർന്നിട്ടുണ്ട്. അവർക്കും ഈ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ അരുൺ പൂച്ചപ്പടി, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ബിജു സി ശങ്കർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട വ്യക്തിയായി നമ്മളോട് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന റിട്ടയർഡ് CRPF ജവാൻ, നമ്മുടെ ഒരു മുൻകാല സ്റ്റാഫിന്റെ മകനും കൂടിയായ ശ്രീ സന്തോഷ് അമ്പാടിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ ബാങ്കിലിരിക്കുന്ന സ്ഥലം നമ്മൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് സൗജന്യമായി നമ്മൾക്ക് നൽകിയ കാടപ്പുറം ഇല്ലത്തിലെ 2 സഹോദരന്മാർ ഇവിടെയുണ്ട്. ശ്രീ ദിനേശൻ സാറും സതീശൻ സാറും 2 പേരും ഇവിടെയുണ്ട്. ഇരുവർക്കും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ മുൻ പ്രസിഡന്റുമാരായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ CH ഇബ്രാഹിംകുട്ടി അവരും നമ്മുടെ ചാർജ് വഹിച്ച് നമ്മുടെ ബാങ്കിനെ കുറച്ചു കാലമെങ്കിലും മുമ്പോട്ട് നയിക്കാൻ സഹായിച്ചിട്ടുള്ള ശ്രീ പീരുവണ്ണൻ, ശ്രീ എൻ കെ ബിജു, അതുപോലെ തുടങ്ങിയവർക്കും മുൻ ബോർഡ് മെമ്പർമാരായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുറെ ആളുകളെ കാണാനുണ്ട്. അവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പാർട്ടി നേതാക്കന്മാർക്കും, അതായത് കക്ഷി രാഷ്ട്രീയം മറന്ന് ബാങ്കിന്റെ ഒരു ഒത്തൊരുമയ്ക്ക് വേണ്ടി, നാടിന്റെ ഒരുമയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും, എല്ലാ നേതാക്കന്മാർക്കും, സാമൂഹിക സംഘടനാ നേതാക്കൾക്കും, കാർഷിക കൂട്ടായ്മയുടെ നേതാക്കന്മാർക്കും, കർഷകരായിട്ടുള്ള ആൾക്കാർക്കും, നമ്മുടെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്കും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിച്ച ശ്രീ ജെയിൻ ജോസഫ് സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ സാം ക്രിസ്റ്റി ഡാനിയൽ IPS സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുട്ടം സർവീസ് സഹകരണ ബാങ്ക് 100 വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഈ നാടിന്റെ പ്രിയങ്കരനും എളിമയോടെ ജീവിക്കുന്നതുമായ ശ്രീ PJ ജോസഫ് സാർ, മുട്ടം പഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസ്യ, ഈ ബാങ്കിരിക്കുന്ന സ്ഥലം തന്നതായ കാടമറ ഗ്രാമത്തിലെ
ഇളം തലമുറക്കാരനായ ദിനേശ് ചന്ദ്രൻ, ഇത് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ആദരവേറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന CRPF ജവാൻ ഇൻസ്പെക്ടറായിരിക്കുന്ന ശ്രീ AR സന്തോഷ് അമ്പാട്ട്, ഞങ്ങളുടെ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ജെയിൻ ജോസഫ്, ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്നായ ജോയിന്റ് രജിസ്ട്രാർ ശ്രീ റീന തോമസ് സർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീമതി VN ഗീത മാഡം, മുൻ പ്രസിഡന്റുമാരായ ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്നായ ശ്രീ കുര്യൻ KJ കുര്യൻ സാർ പോത്തങ്കൽ, MD ജോസഫ് ഏപ്പച്ചൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ചിറ്റാട്ടൻ ഏപ്പച്ചൻ ചേട്ടൻ, സന്നിഹിതനായിരിക്കുന്നതായ ശ്രീ CH ഇബ്രാഹിം കുട്ടി കുന്നംപുറത്ത്, മുൻ പ്രസിഡന്റായ ശ്രീ K രാജേഷ് കുമാരൻ കണ്ണാശ്ശേരി, സെബാസ്റ്റ്യൻ ജോസഫ് നമ്മൾ അറിയപ്പെടുന്നതായ ബിജി ജോസഫ് ചിറ്റാട്ടിൽ, സന്നിഹിതനായിരിക്കുന്നതായ പരീത്ത് പാനപ്പുറം, മുൻ പ്രസിഡന്റ് കൂടി ഇപ്പോഴത്തെ ബ്ലോക്ക് അംഗവുമായ ശ്രീ NK ബിജു, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സീനിയർ മെമ്പർ ശ്രീ രാമകൃഷ്ണൻ അമ്പാട്ട്, ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തി നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ശ്രീ ജോയി ചിറക്കൽ, ഏറ്റവും സീനിയർ ആയിട്ടുള്ള നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പർ ശ്രീ തോമസ് കറിയ പെരുമ്പഴപ്പുഴയിൽ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ഗ്ലോറി പോലോസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പറായ ശ്രീ അരുൺ ചെറിയാൻ, മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ബിജു C ശങ്കർ, ഇവിടെ എത്താമെന്ന് പറഞ്ഞിരിക്കുന്നതായ സമീപ ബാങ്കുകളിലെ പ്രസിഡന്റുമായ CB ജോസ് കൊടുങ്കയത്തിൽ SCB തുടങ്ങാട്, ശ്രീ തോമസ് കപ്പഴി SCB ആലക്കോട്, ശ്രീ മാത്യു ജോൺ മാനങ്കൽ SCB കരികുന്നം, ടോമി കാവാലം SCB തെക്കുംഭാഗം, ബോർഡ് മെമ്പർമാരായ അൻവർ ജോൺസൺ സർ, സണ്ണി ജോസഫ്, അജി NK, ഈസ, എബി, പ്രിൻസി സോയി, ഷീല സജീവൻ, സെക്രട്ടറിയായ രമ്യ ജയക്കളപ്പുര, മറ്റ് സ്റ്റാഫായ അരുൺ ഡൊമിനിക്, സാവിത്രി അന്തർജനം, ലിജു, മനോജ് ചെറിയൻ, ജെറിൻ ജോർജ്, നീതു തങ്കച്ചൻ, KJ അനന്തു, സുരിത, പ്രീതി, ദീപ്തി തുടങ്ങിയതായ പ്രിയപ്പെട്ട സ്റ്റാഫംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കളെ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ, സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 100 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമായിട്ട് തോന്നുന്നില്ലായിരിക്കാം. പക്ഷെ 1926 ജൂൺ 26 ഇന്ന് കാണുന്ന മുട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ ആദ്യ രൂപമായ പരസ്പര സഹായ സഹകരണ സംഘടന പ്രസ്ഥാനം അന്നത്തെ പ്രതിബദ്ധതയുള്ള നമ്മുടെ പ്രിയപ്പെട്ട മൺമറഞ്ഞുപോയ നാട്ടുകാരായ കാടമറുക് ഇല്ലത്തിന്റെ പൂകുമുഖത്ത് വെച്ച് ആരംഭിച്ചതായ ഈ സംരംഭം ഇന്ന് വലിയ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യകാലത്ത് എത്തിയിരുന്ന ശേഷനായ കേശവൻ KP കേശവൻ നമ്പൂതിരി കാടമറുക് ഇല്ലം, അതുപോലെ തന്നെ കൊച്ചുമനം കിഴക്കേക്കര, കെട്ടിയയ്പ് കിഴക്കേക്കര, പിന്നീട് ആദ്യമായിട്ട് ഈ ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ ഈ സ്ഥലം ഏറ്റുവാങ്ങിയതായ വ്യക്തിത്വമാണ്. മത്തായി ജോസഫ് പൂവത്തിങ്കൽ, അതുപോലെ എട്ടിയവര ചാണ്ടി കല്ലറയ്ക്കൽ, രാമക്കൈമൾ പെരുമന ഭവനം, PV തോമസ് പൂച്ചക്കുടി, MJ വർഗീസ് മുഞ്ഞനാട്ട്, PJ നേരകണ്ഠപിള്ള പായിക്കാട് തുടങ്ങിയവരാണ് ആദ്യകാലത്ത് ഈ ബാങ്കിന്റെ ആരംഭം കുറിക്കുകയും അതിനുവേണ്ടിയുള്ളതായ പ്രയത്നങ്ങൾ ചെയ്ത് ചെറിയ രീതിയിലുള്ളതായ തുകകൾ സമാഹരിച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി നമുക്ക് 1926 മുതൽ 1961 വരെയുള്ളതായ രേഖകൾ അധികം നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെന്ററിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സുവന്യർ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഈ 1926 മുതൽ 61 വരെയുള്ളതായ കാലഘട്ടത്തിലെ വിവരങ്ങൾ അറിയാവുന്ന ആൾക്കാർ അതുമായിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, താല്പര്യപ്പെടുകയാണ്. ഈ ബാങ്ക് 26 ആരംഭിച്ച ശേഷം നമുക്ക് കാടമറുക് മനയിൽ നിന്നും ചാമക്കാലെ കുര്യൻചേട്ടന്റെ കെട്ടിടത്തിലേക്ക് മാറി പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്.
അതിനുശേഷം 1958 ജാനുവരി 23 ഈ സഹകരണ ബാങ്ക് ഈ നമ്മുടെ ഈ പരസ്പര സഹായ സഹകരണ സംഘം ഒരു വില്ലേജ് സഹകരണ സംഘമായിട്ട് ഉയർത്തപ്പെട്ടു. വീണ്ടും 16/2/1959 ഇത് റീജിയണൽ സഹകരണ ബാങ്കായിട്ട് ഉയർത്തപ്പെട്ടു. 3361 മുതൽ ഇന്ന് കാണുന്ന മുട്ടം സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് 1281 പേരിലേക്ക് മാറി എന്നാണ് നമ്മുടെ രേഖകൾ കാണുന്നത്. അന്ന് ഈ ബാങ്കിനുണ്ടായിരുന്നത് 525 ആക്റ്റീവ് മെമ്പർമാർ മാത്രമായിരുന്നു. കുറച്ച് ആൾക്കാർ മരണപ്പെട്ടു പോയതുകൊണ്ട് അവരുടെ ഷെയർ പിൻവലിച്ചതുകൊണ്ട് അവിടെ നമുക്ക് ആ സമയത്ത് ഇടിവുണ്ടായിട്ടുണ്ട് അംഗസംഖ്യയിൽ. ഇപ്പോൾ ഈ ബാങ്കിന് 10,032 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതും മറ്റുള്ളവർ അത്രത്തോളം ആക്റ്റീവ് അല്ലാതെ നമ്മളായിട്ട് സഹകരിച്ചു പോകുന്നതായ രീതിയാണ്. ഈ ബാങ്കിന്റെ ചരിത്രം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഈ സെഞ്ചുറിയുടെ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നില്ല. കൊല്ലവർഷം 1107 വൃശ്ചികം 20 എന്ന് പറഞ്ഞാൽ 1932 ഡിസംബർ 6 എഴുതപ്പെട്ട ഒരു ആധാരം നമ്മുടെ പക്കലോടെ നോക്കുമ്പോൾ കാടുമറ ഇനത്തിൽ ദിവംഗതനായ ശ്രീ KP കേശവൻ നമ്പൂതിരി ഇപ്പോൾ ബാങ്ക് ഇരിക്കുന്ന 9 സെന്റ് സ്ഥലം 9 ബ്രിട്ടീഷ് രൂപയ്ക്ക് ആധാരം ചെയ്ത് അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ എട്ടി അയ്യപ്പ കിഴക്കേക്കരയുടെ പേരിൽ നൽകിയതായിട്ടാണ് കാണുന്നത്. അതിൽ കൂടുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുന്ന ഭാഗം ഇങ്ങനെയാണ്: പള്ളിക്കൂടം നിർമ്മാണത്തിനായി നൽകിയ സംഭാവനയ്ക്ക് തുല്യമായിട്ട് അതിന് പകരമായിട്ട് 9 രൂപ ബാങ്കിൽ നിന്ന് സംഭാവനയായിട്ട് കൊടുത്തതിന് പകരമായിട്ടാണ് 9 ബ്രിട്ടീഷ് രൂപയ്ക്ക് ഈ സ്ഥലം നമുക്ക് ആധാരം ചെയ്തതെന്ന് നമുക്ക് രേഖകൾ കാണാവുന്നതാണ്. അത് നമുക്കിപ്പോൾ വലിയൊരു അസറ്റായിട്ട് ബാങ്ക് ഇരിക്കുന്നുള്ളൊരു ഈ മുട്ടം ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ നമുക്കൊരു വലിയ കാര്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഇതിന്റെ നാഴികക്കല്ലുകൾ 1962-63 കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ട് നമ്മുടെ ഒരു ഗോഡൌൺ ആണ് പണിതായിട്ട് ആദ്യം നമ്മുടെ രേഖകൾ കാണുന്നത്. 17/4/1989 മുതൽ 27/12/89 വരെ സമയത്ത് ഈ വളം ഗോഡൌൺ പുതുക്കുകയും അതിന്റെ കേടുപാടുകൾ തീർക്കുകയും ഒരു ഓഡിറ്റോറിയത്തിന്റെ പണികൾ ചെയ്തതായിട്ട് നമുക്ക് രേഖകൾ നമുക്ക് കാണുന്നുണ്ട്. വീണ്ടും 2096 പുതിയ ബാങ്ക് ഓഫീസ് കെട്ടിടം പണിത് ICDP സ്പോൺസർഷിപ്പിന്റെ ഉദ്ഘാടനം ചെയ്തതായിട്ടാണ് നമുക്ക് രേഖകൾ കാണുന്നത്. 3/5/2002 ഈ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനവും പ്രഭാത സായാഹ്ന ശാഖകളുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടതായിട്ട് നമ്മുടെ രേഖകൾ കാണുന്നുണ്ട്. പഴയകാലത്തിലെ മിനിറ്റ്സ് ബുക്കുകൾ വായിച്ചു നോക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതവും അതിശയവും ഒരു എന്തെന്നില്ലാത്ത ഒരു ആവേശവും നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ബാങ്കായിട്ട് പ്രവർത്തിച്ച് നിരന്തരം ധാരാളം വ്യക്തികൾക്ക് ലോൺ കൊടുക്കുകയും ചിട്ടികൾ നടത്തുകയും സ്വർണ്ണപ്പണയം നൽകുകയും എല്ലാ വ്യക്തികളുടെയും ഒരു അത്താണിയായിട്ട് ഈ ബാങ്ക് മാറിയ ഒരു കാലഘട്ടമായ ചരിത്രമാണ് ഈ ബാങ്കിനുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മുട്ടത്ത് ധാരാളം ബാങ്കുകൾ, ന്യൂ ജനറേഷൻ ബാങ്ക് ഉൾപ്പെടെ ധാരാളം ബാങ്കുകൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും താങ്ങും തണലുമായിരുന്നു. തെങ്ങ് കെട്ടി കൊടുത്തും കുരുമുളക് ചെടികൾ പണയപ്പെടുത്തിയും ചെറിയ കൃഷിഭവനുകൾ പണയപ്പെടുത്തിയും ഒക്കെ കൃഷിക്ക് വേണ്ടി 100, 50, 200 രൂപ കൊടുത്ത് വലിയ കാര്യമായിട്ട് ഇന്ന് നമ്മുടെ മിനിറ്റ്സ് ബുക്കിൽ കൂടെ നമുക്ക് വായിച്ചു പോകാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് ലക്ഷങ്ങളാണ് നമുക്ക് ലോൺ പരിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അന്നത്തെ കാലത്ത് ചെറിയ രീതിയിലുള്ളതായ ഈ തുകയാണ് ഈ ബാങ്കിനെ നിലനിർത്തി വലിയ നിലയിലേക്ക് കൊണ്ടുവന്നെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തുടർന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ബാങ്കിനെ പറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ, കാരണം വളരെയധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ് ഇപ്പോഴത്തെ ഭരണസമിതിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് അതിലും വലിയൊരു കാര്യമായ ഉത്തരവാദിത്തമാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ച് ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ മാർഗങ്ങളും എന്റെ ഭാഗത്ത് സ്വീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, കാലാകാലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയതായ ചട്ടങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് ആണ് ഈ ബാങ്കിന് പല അപജയങ്ങളും ഉണ്ടാകുന്നുള്ള യാതൊരു സംശയമില്ല. നമുക്ക് കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അറിയാം, പഴയ കാലത്തുമാരി കൃഷി ഇവിടെ ലാഭകരമല്ല. മറ്റ് മുൻകാലങ്ങളിൽ ഒരു കുടുംബത്തിൽ 4-5 മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഒരു സ്കൂളിൽ പോകുന്നതിന് മുമ്പോ മറ്റൊന്നിനും പണി ചെയ്യുന്നതിന് മുമ്പോ രാവിലെയും വൈകുന്നേരത്തോടെ അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്നതായ വരുമാനം കൊണ്ടായിരുന്ന കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നടന്ന ഒരു കാർഷിക മേഖല മാത്രമായിരുന്നു മുട്ടം. അപ്പൊ അന്ന് ആ രീതിയിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ആ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനും ചിട്ടികൾ ചേർന്നും ഓരോ വ്യക്തിപരമായ കാര്യങ്ങൾ സാധിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ, സ്ഥലം മേടിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അന്ന് താങ്ങും തണലുമായിട്ട് നിന്ന് ഈ മുട്ടത്തിന് തലയുയർത്തി നിൽക്കുന്നതായ നമ്മുടെ ബാങ്ക് തന്നെയാണ്, യാതൊരു സംശയമില്ല.
ഇപ്പോൾ വലിയ ബാധ്യത ഏറ്റെടുത്താണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയുമില്ല. പക്ഷേ ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ആത്മാർത്ഥമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം നമുക്ക് ഇന്നലെ ഒരു വളരെ അഭിമാനകരമായ ഒരു ദിവസം കൂടിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറിലെ വിൽപ്പന ഇന്നലെ 1,04,000 രൂപ ക്രോസ് ചെയ്തത് വലിയ ദിവസമാണ്. അതിന് വാസ്തവത്തിൽ കയ്യടിയോടുകൂടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭരണസമിതി കൈയേറുന്ന സമയത്ത് നമുക്ക് പലവിധമായ കാരണങ്ങളാൽ ബാങ്കിൽ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായപ്പോൾ അവിടെയുള്ളതായ പണം നമ്മൾ ലോൺ എടുത്തവർക്കും മറ്റും നമ്മൾ കൊടുക്കേണ്ടി വന്നപ്പോൾ മരുന്ന് കമ്പനികൾക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുകയും അല്പം മോശമായ അവസ്ഥയിലേക്ക് പോയി. ഇന്ന് നമുക്കത് പൂർണ്ണമായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും സഹകരണത്തോടെ, ഞാൻ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്ക് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റുകൾ വലിയ തുകയല്ലെങ്കിലും ചെറിയ തുകകൾ നമുക്ക് ഡെപ്പോസിറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഗോൾഡ് ലോൺ നമുക്ക് പ്രൊഡക്റ്റ് കൊടുത്തു തുടങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ആ കാര്യത്തിലേക്ക് ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിട്ടികൾ 4 ചിട്ടികൾ നമുക്ക് മുടങ്ങിക്കിടന്നിട്ടുണ്ട്. പഴയ ചിട്ടികളുടെ പൈസ ഒന്നുകിൽ നമ്മൾ നേരിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് ആ പൈസ നമ്മൾ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിഗ്മി അക്കൗണ്ടിൽ വലിയ തുകകൾ നിക്ഷേപിച്ച ആൾക്കാരുണ്ട്, അതും നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലേക്ക് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് എന്റെ ബാങ്ക് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും മറ്റ് മെമ്പർമാരിൽ നിന്നും എല്ലാ സഹകാരികളിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ളത്. ചില ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ബാങ്കിൽ വന്ന് ചിലപ്പോഴെങ്കിലും ചില അവസരങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ സ്നേഹബുദ്ധിയ ഞങ്ങൾ ബഹുമാനപൂർവ്വം ഞങ്ങളതിനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളതിനെ വിനയത്തോടുകൂടി ഞങ്ങളുടെ വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങളതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ബാങ്കിനെ മുന്നോട്ട് നയിക്കാൻ തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉദ്ദേശം 23 കോടി രൂപയോളം നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് കൊടുക്കാനുള്ള പലിശ എന്ന് പറയുന്നത് വെറും 1,69,00,000 രൂപ മാത്രമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ ഈ പലിശ നമ്മൾ 90% പലിശ നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് വരുന്ന പലിശയും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നു എന്നാണ്. പക്ഷെ ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ വെച്ചിട്ടില്ല എങ്കിൽ ഇടയ്ക്ക് വരുന്ന പണം നമുക്ക് ഒരുമിച്ച് തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാ ആവശ്യക്കാരെ നമുക്ക് സഹായിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ ചില നിയന്ത്രണങ്ങൾ വെച്ച് നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡെപ്പോസിറ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിലേറെ ആശാവഹമാണ്, ഒപ്പം തന്നെ നിരാശയാണെന്നും പറയാതിരിക്കാൻ മാർഗമില്ല. 28 കോടി രൂപയാണ് ഡെപ്പോസിറ്റ് ഉള്ളത്. 10 കോടി രൂപ 61 ലക്ഷം രൂപയാണ് നമുക്ക് പലിശയായിട്ട് കിട്ടാനുള്ളത്. അതിന്റെ അർത്ഥം നമുക്ക് കിട്ടാനുള്ളതായ ഡെപ്പോസിറ്റുകൾ നമുക്ക് പൂർണ്ണമായിട്ടും കൊടുത്തിരിക്കുന്ന ലോണിലേക്കാണ്. ഈ ലോൺ തിരിച്ചു വരുന്നതിന് കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇതിന് എതിരായിട്ട് നമ്മുടെ സ്നേഹബുദ്ധിയെ അവരെ കാണുകയും അതിനുള്ള അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുകയും ഒപ്പം തന്നെ നിയമം നിർബന്ധിക്കുന്ന മാർഗത്തിൽ കൂടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ. ഒരു ലോൺ കുടിശ്ശിക വരുത്തിക്കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ അത് നിർബന്ധമായിട്ടും അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നമുക്കത് കാലഹരണപ്പെട്ട രീതിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ നടപടിയെടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ 323 പേർക്കെതിരായിട്ട് നമ്മൾ ARC കേസ് നമ്മൾ ഫയൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 146 പേരുടെ പേരിൽ നമുക്ക് എവിക്ഷന്റെ സ്റ്റേജിൽ നിൽക്കുകയാണ്. 17 സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ ജപ്തി ചെയ്ത് കഴിഞ്ഞു. ഏതെല്ലാം രീതിയിൽ നമുക്കിവിടെ ഡെപ്പോസിറ്റേഴ്സിന്റെ പണമാണ് നമ്മളെടുത്ത് ഈ ലോണിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഡെപ്പോസിറ്റേഴ്സിന് ആവശ്യം വരുമ്പോൾ അവർക്ക് പണം തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ബാങ്കിനുണ്ട്. സഹകരണം ഇല്ല എങ്കിൽ നിയമത്തിന്റെ വഴി കൂടെ പോവുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. പക്ഷെ അതിനകത്തും ഏറ്റവും സൗമ്യമായിട്ടാണ് ഞങ്ങൾ സമീപിക്കുന്നത്. പലവിധ കാരണങ്ങളാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ മറ്റു ചില വ്യക്തിപരമായ ചില കാര്യങ്ങളുടെ പേരിൽ നിസ്സഹകരണം ചില ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്നതല്ല. എന്നായാലും ശരി, ഈ പണം ബാങ്കിലേക്ക് വന്നേ പറ്റുകയുള്ളൂ എന്ന യാതൊരു സംശയമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ പലരും വിചാരിക്കും ഈ ബാങ്ക് ഇത്രത്തോളം മോശമായി കിടക്കുന്ന അവസ്ഥയിലാണോ. പക്ഷെ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനെ കൈപിടിച്ച് ഉയർത്താനുള്ള നല്ല സ്റ്റേജിലേക്ക്, നോർമൽ സ്റ്റേജിലേക്ക് ഇപ്പോൾ ബാങ്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് ഈ സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ പത്രത്തിൽ കൂടെ പല അപകടങ്ങളെ പറ്റി കാണാറുണ്ട്. ഒരു ട്രെയിൻ ആക്സിഡന്റ്. ട്രെയിൻ ആക്സിഡന്റ് ഞാൻ പലപ്പോഴും ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് എന്റെ മനസ്സിൽ കൂടെ പോയ കാര്യം, ഒരു വലിയൊരു ട്രെയിൻ ആക്സിഡന്റും നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനവും തമ്മിൽ വളരെയധികം താരതമ്യമുണ്ട്. ഒന്നെങ്കിൽ ആ ട്രെയിൻ ഓടിച്ചിരുന്ന ലോക്കോ പൈലറ്റിന്റെ തകരാറുണ്ടോ, അല്ലെങ്കിൽ പാളത്തിന്റെ തകരാറുണ്ടോ, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടോ ആയിരിക്കാം ആ അപകടം ഉണ്ടായത്. ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് അവിടെ കരഞ്ഞു നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഓടിക്കൂടി ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ നടത്തുന്ന നാട്ടുകാരാണ്. പിന്നെ കൂടുതൽ യന്ത്ര സംവിധാനങ്ങളോടും കൂടിയും മറ്റ് സംവിധാനങ്ങളായിട്ട് പാഞ്ഞു വരുമ്പോൾ ആ ട്രെയിനിനെ നേരെയാക്കുകയും അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്ത ഏതാനും ദിവസങ്ങളിൽ, ഏതാനും മണിക്കൂറുകൾ, ചിലപ്പോൾ പൂർവ്വസ്ഥയിലേക്ക് ആകുന്നത് വരെ നമ്മുടെ ബാങ്ക് ആ ട്രെയിൻ വളരെ സ്ലോയിലേ മൂവ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് ആകുന്നത് വരെ നമ്മൾ അല്പം
റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ നിയന്ത്രണം വെക്കേണ്ടതായ ഒരു അവസ്ഥ നമുക്കുണ്ട്. പല ഡെപ്പോസിറ്റുകളും തന്നവരെ ഞാൻ ഈ സമയത്ത് വളരെ നന്ദിയോടെ, സ്നേഹത്തോടെ, ആദരവോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ സെൻട്രലിയുടെ പല സ്കീമുകളായിട്ട് സെൻട്രലിലെ ചിട്ടികളെന്ന നിലയ്ക്ക്, സെൻട്രലിലെ ഡെപ്പോസിറ്റ് എന്ന നിലയ്ക്കൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ സാമ്പത്തിക ശേഖരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഒരു മെമ്പർ തന്നെ മുന്നോട്ട് വന്ന് അല്പസമയത്തിനകം നമ്മുടെ ആദരിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മെമ്പർ തന്നെ വന്ന് ഒരു ചെക്ക് നമുക്ക് തന്ന് അതിന്റെ ഉദ്ഘാടനം കൂടെ ഈ സമയത്ത് നടത്തുകയാണ്. അതിലൂടെ തരണമെന്നൂടെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളും ഈ ബാങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹകാരികൾക്കും ഹൃദയംഗമായ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ ഈ സമയത്ത് അവസാനിപ്പിക്കട്ടെ. നന്ദി. താങ്ക് യു. നന്നായി കൊണ്ടാടോ. അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ സാംകൃതി സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി ശതാബ്ദി ആഘോഷ മണ്ഡല ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ PJ ജോസഫ് സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത നൽകുന്ന ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ സാം ക്രിസ്റ്റി ഡാനിയൽ, പഞ്ചായത്ത് സമിതി ശ്രീമതി മേഴ്സി ദേവസ്യ, വൈസ് പ്രസിഡന്റ് ശ്രീ ദേവസ്യ, ശ്രീ ദിനേശ് ചന്ദ്രൻ, ശ്രീ AR സന്തോഷ് കുമ്പാട്, മധ്യ ഗുരുവായൂർ ജനപ്രതിനിധികളുണ്ട്, ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമാരുണ്ട്, ബോർഡ് അംഗങ്ങളുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ ബാങ്കിന് ഈ 100 കൊല്ലത്തിനിടയിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വളരെ ലളിതമായ ഭാഷയിൽ വിജയനായ ശ്രീ സാംകൃതി പറഞ്ഞിരിക്കുന്നത് കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ്. സന്തോഷകരമാണ്. നല്ല നിലയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ചും ഈ 3 വർഷങ്ങളിലൂടെ ഇതിന് ആദ്യം മുന്നോട്ടിറങ്ങിയ 100 കൊല്ലം മുന്നോട്ടിറങ്ങിയവരെ നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരുടെ എല്ലാം ദീർഘവീക്ഷണമാണ് ഈ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത്. സർവീസ് ബാങ്കായി, സഹകരണ ബാങ്കായി വരുന്ന വരെയുള്ള വിവിധ ഘട്ടങ്ങളുടെ പറയുണ്ടായാലും ഒരു ലഘുചരിത്രത്തോട് അവതരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും ഈ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. ഇതിനെ താമസമായി നിൽക്കേണ്ടവർ ഞങ്ങളാണ്. ആ നിലയിൽ വളരെയധികം പ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദീർഘമായ പ്രസംഗത്തിന് പറയുന്നില്ല, വളരെ പരിപാടികളുണ്ട്. പറഞ്ഞു കൊടുക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. 100 വർഷം പിന്നിട്ട കഴിഞ്ഞ പഴുത്തല ബാങ്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ ആണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെയുള്ള മഹാമനസ്കരായ ആളുകൾ, ദീർഘവീക്ഷണമുള്ള ആളുകൾ മുൻകെടുത്തുകൊണ്ടാണ് നമ്മൾ നടന്നത്. അതിനുശേഷം ഇത് നയിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ നന്ദിയോട് സ്മരിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. ടീമിനും വളരെ പ്രവർത്തനങ്ങൾ വേണ്ടിയിട്ട് ആശംസിച്ചുകൊണ്ട് ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും കഴിഞ്ഞ കാലത്ത് സേവനം നടത്തിയവരെ അനുസ്മരിച്ചുകൊണ്ട് ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതിനൊക്കെ
കുറച്ചിന് മുകളിൽ കയറി ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായ MLA ശ്രീ പി ജെ ജോസഫ് സാറിന് ഏറെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതിനായി കുമാരി ജ്യോതിസ് ജോസിനെ സ്വാഗതം ചെയ്യുന്നു.
കുമാരി ജോർജ് ജോസിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി ശ്രീമതി മേഴ്സി ദേവസ്യ അവരുടെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. നമ്മുടെ യോഗത്തിലെ അധ്യക്ഷൻ ഈ ബാങ്കിന്റെ പ്രസിഡന്റുമായ ശ്രീ സാം ക്രിസ്റ്റി ഡാനിയൽ IPS, അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം ഔചിത്യമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തൊടുപുഴയുടെ MLA മുൻ മന്ത്രിയുമായ PJ ജോസഫ് സാറ്, അതുപോലെ നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് ജെയിൻ ജോസഫ്, നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ദിനേശ് ചന്ദ്രൻ കാടമർദ്ദിക, വിശിഷ്ട അതിഥി ശ്രീ AR സന്തോഷ് അമ്പാട്ട്, ഇവിടെ മുൻ പ്രസിഡന്റുമാരുണ്ട്, മുൻ മെമ്പർമാരുണ്ട്, അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ബോർഡ് മെമ്പർമാര്, ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാര്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാര്, നമ്മുടെ 1926 ആരംഭിച്ച് ഏതാണ്ട് 100 വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ബാങ്ക്. ഈ 100 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരായവർക്കും കർഷകർക്കും വ്യാപാരികൾക്കും വളരെ ഗുണം ചെയ്യത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ബാങ്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ സാറ് പറയുകയുണ്ടായി, ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഒന്നു തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ബാങ്ക് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ഇവിടെ നമുക്ക് മെഡിക്കൽ സ്റ്റോറുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് അതിനിടയ്ക്ക് ചെറിയ വീഴ്ചകളൊക്കെ സംഭവിച്ചുവെങ്കിലും അതെല്ലാം ധരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രസിഡന്റും അതുപോലെ തന്നെ ബോർഡ് മെമ്പർമാരുമാണ് ഈ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ഉള്ളത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോവുകയാണ്. സാറ് കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്ന ആരെയും ഉപേക്ഷിക്കാറില്ല, എല്ലാവർക്കും കുറച്ചാണെങ്കിലും പൈസ കൊടുത്ത്, അതായത് വരുന്നവരോട് വളരെ സൗമ്യമായി പെരുമാറിക്കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തക്ക രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാറിനോട് സംസാരിക്കുകയുണ്ടായി. അത് വളരെ വാസ്തവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെന്ന് വെച്ചാൽ ഞങ്ങള് നേരത്തെ പഞ്ചായത്തിൽ നിന്നൊരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പുറമെ ഒന്ന് വിളിച്ചു പറയുകയും കൂടെ ചെയ്താൽ പോലും ആ പൈസ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സാറ് അത് വരുമ്പോൾ അതൊരു വലിയ തുകയല്ല, എന്നാലും വളരെ ഞങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ബില്ല് ഞങ്ങൾക്ക് തരുക പതിവാണ്. അതുപോലെ ഇവിടെ ജനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിൽ ആദ്യം ഒരു സഹകരണ പ്രസ്ഥാനം എന്ന രീതിയിലാണ് ഇത് ആരംഭിച്ചത്. കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച് അത് മുന്നോട്ട് പോയി ഇപ്പം ഇടുക്കി ജില്ലയിലെ ഒന്നാമത്തെ ഒരു ബാങ്കായിട്ട് ഇത് തീർന്നിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് ഇപ്പം സാറിനോട് പറഞ്ഞതുപോലെ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ ഈ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്കിന് യാതൊരു പ്രശ്നവുമില്ലാതെ ഈ ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ബാങ്കിനെ അഭിവൃദ്ധി പ്രാപിക്കുവാനും സാധിക്കുമെന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഇതിനകത്ത് ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അവരെ എല്ലാവരെയും ഒന്നുകൂടി ഈ ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ മേഴ്സി ദേവസ്യ അവർക്ക് നന്ദി അറിയിക്കുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സന്തോഷ് കുമാർ അമ്പാട്ട് മുട്ടം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അങ്കമാലി സെന്റ് ജോസഫ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠനം, മദ്രാസ് ആവടി RTC സെക്കൻഡ് യൂണിറ്റിൽ 1/7/1985 CRPF-ൽ ജോലിയിൽ പ്രവേശിച്ചു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യാൻ സാധിച്ചു. കാർഗിൽ യുദ്ധസമയത്ത് ഉറിയിലായിരുന്നു ജോലി. മണിപ്പൂരിൽ നിന്നും 40 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി പിരിഞ്ഞു. വിശിഷ്ടമായ സേവനങ്ങൾ 38 ക്യാഷ് അവാർഡുകളും ഒരു ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചു. ഭാരതത്തിന് സൈന്യത്തോടൊപ്പം നൽകിയ സേവനങ്ങളെ ആദരവോടെ സ്മരിക്കുന്നു. ബഹുമാന സൂചകമായി പൊന്നാട അണിയിക്കുന്നതിനായി സന്തോഷ് കുമാർ അമ്പാട്ട് സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. പൊന്നാട അണിയിക്കുന്നതിനായി മുഖ്യപ്രഭാഷണം നടത്തിയ മേഴ്സി ദേവസ്യ അവരുടെ ക്ഷണിച്ചോളൂ. മെമ്മന്റ് സമർപ്പിക്കുന്നതിനായി പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പഠിക്കണം തരാൻ പറ്റില്ല. അങ്ങനെ പഠിച്ച എല്ലാവരും കൂടെ തമ്മിലായിട്ട് പോയില്ല. അടുത്തതായി ആദരവ് സ്വീകരിക്കാനായി സീനിയർ ജീവനക്കാരനായ AR രാമകൃഷ്ണൻ അമ്പാട്ടിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കൂടുതൽ ഇടപാടുകൾ നടത്തിയ സഹകാരിക്കുള്ള പൊന്നാട അണിയിക്കുന്നതിനായി ജോയി ചെറുക്കലിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പൊന്നാട സ്വീകരിക്കുന്നതിനായി ശ്രീ തോമസ് കറിയ പെരുമ്പുഴ പകുതി. സീനിയർ മെമ്പറായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ ആദരിക്കുന്നത്. ശ്രീ KJ കുര്യൻ പൂവത്തുങ്കൽ, MD ജോസഫ് ചിറ്റാട്ടി, CH ഇബ്രാഹിംകുട്ടി കുന്നംപുറത്ത്. മുൻ പ്രസിഡന്റുമാരെയാണ് ആദരിക്കുന്നത്. CH ഇബ്രാഹിംകുട്ടി, അടുത്തതായി പൊന്നാട സ്വീകരിക്കുന്നതിനായി K രാജേഷ് കണ്ണാശ്ശേരി. അടുത്തതായി KA പരീർ കാലമ്പുറം. അടുത്തതായി പൊന്നാട സ്വീകരിക്കുന്നതിനായി ശ്രീ MK ബിജു നെടുമറ്റത്തിൽ.
മെമ്പർമാരും പുറകിൽ കയറി വെക്കുകയാണെങ്കിൽ അടുത്തതായി ശ്രീ ദിനേശ് ചന്ദ്രൻ പി കാടമറുകില. അവരുടെ ഇവിടെ നോക്കി നേരെ നോക്കി കേട്ടോ. ആദരവ് സ്വീകരിച്ച ഏവർക്കും ഏറെ ബഹുമാനത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായ ശ്രീ ദിനേശ് ചന്ദ്രൻ പി കാടമറുകില 2 വാക്ക് സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സംഗീതരായിട്ടുള്ള പ്രധാനപ്പെട്ട മുഖ്യപ്രതിഷ്ഠാപകൻ ശ്രീ പി ജെ ജോസഫ് അവർ, സർവീസ് സഹകരണ പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ IPS, വൈസ് പ്രസിഡന്റ് ശ്രീ ജെ ജോസഫ്, മുട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി മേഴ്സിയ, വിശിഷ്ടാതിഥി ശ്രീ AR സന്തോഷ്, മറ്റു വിശിഷ്ടാതിഥികളെ, സഹകാരികളെ, ഗ്രാമവാസികൾ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് 100-ാം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ അസുലഭ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ കുറ്റകാലത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. എന്റെ ഓർമ്മകൾ എന്റെ മുത്തശ്ശനായ ആടമറ ഇല്ലത്ത് ശ്രീ KP കേശവൻ നമ്പൂതിരിയിൽ എത്തിയിരുന്നു. അന്നത്തെ ഒരു കൊച്ചു ഗ്രാമമായ മുട്ടത്തിലെ സ്ഥലവാസികൾക്ക് സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യം വായ്പാ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും ഒരു ബാങ്ക് ആവശ്യമാണെന്ന് ദീർഘവീക്ഷണത്താൽ മുട്ടം ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലം വിസ്താരമായി നൽകുകയായിരുന്നു എന്റെ മുത്തശ്ശൻ. ആ ഒരു എളിയ തുടക്കത്തിൽ നിന്നാണ് നമ്മുടെ ഈ ബാങ്ക് ഇന്നത്തെ ഔന്നത്യത്തിലേക്ക് എത്തിയെടുക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എന്റെ മുത്തച്ഛനായ ശ്രീ KP കേശവൻ നമ്പൂതിരി അവരുടെ ദീർഘവീക്ഷണത്തെയും സന്മനസ്സിനെയും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്നേഹിക്കുന്നു. ഈ ഒരു എളിയ തുടക്കത്തിൽ നിന്നാണ് ബാങ്കിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ച വിവിധ കാലഘട്ടങ്ങളിലെ ബാങ്ക് ഭാരവാഹികളെയും അവർക്ക് നിർലോഭമായി എല്ലാ സഹായങ്ങളും കൊടുത്ത് സഹകരിച്ച മുട്ടം ഗ്രാമവാസികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ്. ഇന്നത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് യുഗത്തിലും പല പല പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് കൃത്യമായ സേവനം കാഴ്ചവെക്കുന്ന ബാങ്കിന്റെ പ്രവർത്തന ശൈലിയെ എത്ര പതിക്കാൻ മര്യാദയില്ല. മറ്റ് മുൻനിര ബാങ്കുകളോട് കിടപിടിച്ച് ഉന്നത നിലവാരം പുലർത്തി മുട്ടത്തെ ഗ്രാമവാസികൾക്ക് താങ്ങും തണലുമായി നിന്ന് ഈ സഹകരണ ബാങ്ക് കൂടുതൽ ഔന്നത്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബാങ്കിന്റെ 100-ാം വാർഷികത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നൽകുന്നു. ഈ ധന്യമുഹൂർത്തത്തിൽ ഈ സംരംഭത്തിന് എളിയ തുടക്കം കുറിച്ച ശ്രീ KP കേശവൻ നമ്പൂതിരിയുടെ പിൻഗാമിയായ കൊച്ചുമകൻ എന്ന നിലയിൽ ബാങ്ക് ഭാരവാഹികൾക്കും വിവിധ കാലഘട്ടങ്ങളിൽ എല്ലാവിധ സഹകരണങ്ങളും പിന്തുണയും നൽകിയ പുത്തൻ ഗ്രാമവാസികൾക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഭാവിയിലും എല്ലാവരുടെയും നിർലോഭമായ പിന്തുണയും സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും ആശംസിച്ചും ഞാൻ എളിയ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളോട് 2 വാക്ക് സംസാരിച്ച ശ്രീ ദിനേശ് ചന്ദ്രൻ
അവർക്ക് നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥിയായ ശ്രീ AR സന്തോഷ് അമ്പാട്ട്, റിട്ടയർഡ് CRPF ജവാൻ, മറുപടി പ്രസംഗത്തിനായി ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ശ്യാം ക്രിസ്റ്റി ദാനിയൽ അവറുകൾ, ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ MLA PJ ജോസഫ് അവറുകൾ, ഈ യോഗത്തിൻ്റെ മുഖ്യ പ്രഭാഷണം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മുട്ടം പഞ്ചായത്തിലെ ശ്രീമതി മേഴ്സി ദേവസ്യ അവറുകൾ, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളും, അച്ഛനമ്മമാർ, സഹോദരി സഹോദരിമാരെ, ഈ ബാങ്കിൽ എനിക്കൊരു 50 വർഷം മുൻപേ നല്ല മുൻപരിചയമുണ്ട്. എൻ്റെ അച്ഛനോടൊപ്പം ഞാൻ ഈ ബാങ്കിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ബാങ്കിൽ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന മുട്ടം കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബോർഡ് മെമ്പറും നമ്മുടെ പ്രസിഡന്റായ ഡാനിയൽ സാറും ബാക്കി ബാങ്കിന്റെ സ്റ്റാഫുകളും എല്ലാവർക്കും എന്റെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്രയും വലിയ പരിപാടിയിലും ഒരു അച്ഛനും മകനും ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിലാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ബാക്കി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും, ആരെങ്കിലും പേര് സദസ്സിലിരിക്കുന്നവരെ പുറത്തിരിക്കുന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സന്തോഷിയിട്ട്. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ്. ഈ ധന്യ മുഹൂർത്തത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തൊടുപുഴയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള വിശിഷ്യ മുട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ NK ബിജു അവர்கள் ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഈ സന്തോഷനിർഭരമായ ചടങ്ങിൽ അധ്യക്ഷൻ നമ്മുടെ എല്ലാ വളരെ ബഹുമാനായ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ശ്യാം ക്രിസ്റ്റി ദാനിയൽ IPS, വളരെ പ്രിയകരനും ആദരണീയമായ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ തൊടുപുഴയുടെ MLA പ്രിയകരനായ ശ്രീ PJ ജോസഫ് സാറ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മേഴ്സി ദേവസ്യ, നമുക്കെല്ലാവർക്കും ഏറ്റവും ഊഷ്മളമായ സ്വാഗതം ആശംസിച്ച പ്രിയകരനായ വൈസ് പ്രസിഡന്റ് ശ്രീ ജെയിൻ ജോസഫ്, അതുപോലെ തന്നെ ഈ ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള ഈ നഗരഹൃദയത്തിൽ തന്നെ കോടിക്കണക്കിന് മൂല്യങ്ങളുള്ള ഈ സ്ഥലം നമുക്ക് സൗജന്യമായി തന്ന് ബാങ്ക് പണിയാൻ, സ്വപ്നതുല്യമായിട്ടുള്ള ഈ ബാങ്ക് പണിയാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടുള്ള കാടപ്പുറത്തെ പുതിയ തലമുറയിൽപ്പെട്ട ശ്രീ ദിനേശ് ചന്ദ്രൻ P. 4 പതിറ്റാണ്ടോളം കാലം രാഷ്ട്രത്തിന് വേണ്ടി സേവനം അർപ്പിച്ച എന്റെ വളരെ പ്രിയകരനും ആദരണീയമായ സുഹൃത്ത് ശ്രീ AR സന്തോഷ് കുമാർ, മറ്റ് പ്രിയമുള്ള ഈ വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ, ബാങ്കിംഗ് ബോർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാർ, വളരെ ബഹുമാനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റ് ജനപ്രതിനിധികളെ, ഈ ബാങ്കിനെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ള ബഹുമാനായിട്ടുള്ള സഹകാരി സുഹൃത്തുക്കളെ, 2 വാക്കുകൊണ്ട് അവസാനിപ്പിച്ചോളാം. നമുക്കറിയാം, 100 വർഷം എന്ന് പറയുന്നത് 4 തലമുറകളെ രൂപപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ്. സ്വാതന്ത്ര്യത്തിനും മുമ്പാണ് വലിയ ദേശീയ സമരമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാടിനോട് സ്നേഹമുള്ള സമർപ്പിതമായ മനസ്സുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ബാങ്കിന് രൂപ നൽകിയത്. ആ ബാങ്ക് ഇവിടെ പറഞ്ഞു ഏറ്റവും തലമുറകളെ അവരെ ജീവിതത്തിലേക്ക് നന്നായി ആനയിച്ചു കൊണ്ടുപോകാൻ, അവരുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക അത്താണിയായി ഒരു നൂറ്റാണ്ടുകാലം പ്രവർത്തിച്ച ഒരു ബാങ്കാണ്. അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ ശതാബ്ദി ആഘോഷത്തിന്. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമമായ ആശംസകൾ നേരുന്നു. ഈ ബാങ്ക് വളരെ പ്രൗഢിയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി നിയമപരമായ എല്ലാ വശങ്ങളും ഒക്കെ നന്നായി പഠിച്ചു തന്നെയാണ് പുതിയ പ്രസിഡന്റും നമ്മുടെ മെമ്പർമാരും ഒക്കെ നന്നായി പ്രവർത്തിക്കുന്ന ജീവനക്കാരും. ഈ ബാങ്ക് വളരെ ഉന്നതിയിലേക്ക് തന്നെ വരാൻ നമുക്ക് എല്ലാവർക്കും
പങ്കാളികളാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. അടുത്ത ആശംസയ്ക്കായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഗ്ലോറി പൗലോസിനെ ക്ഷണിക്കുന്നു. സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ വേദിയിലെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സാം ക്രിസ്റ്റി ഡാനിയൽ IPS, അതുപോലെ തന്നെ ഈ ശതാബ്ദി ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തൊടുപുഴയുടെ ഏറ്റവും പ്രിയങ്കരനായ MLA മുൻ മന്ത്രിയുമായ PJ ജോസഫ് സാർ, മുഖ്യപ്രഭാഷണം നടത്തുവാനിവിടെ കടന്നു വന്നിരുന്ന മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയകരിയായ പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസ്യ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ സദസ്സിനെ ആലങ്കാരികമായി തന്നെ നിറച്ചിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ്, മുൻ പ്രസിഡന്റുമാർ, സഹകാരികളെ, പ്രിയമുള്ളവരെ, ഏറ്റവും നന്നായി തന്നെ 100 വർഷം പിന്നിടുന്ന ഈ ബാങ്കിന്റെ ആ സുവർണ്ണ നാളുകളെ കുറിച്ച് അധ്യക്ഷൻ മുതൽ ഈ സമയം വരെ സംസാരിച്ചത് വളരെ ദീർഘമായി വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. വളരെ കൗതുകത്തോടെ നമുക്ക് കേട്ടിരിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. കാരണം 100 വർഷം പിന്നിടുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഒത്തിരി പല തരത്തിലുള്ളതായ അവസ്ഥകളിലൂടെ കടന്നിട്ടാണ്. പെട്ടെന്ന് ഒരിക്കലും 100 വർഷത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയത്തില്ല. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കയറിയിറക്കങ്ങളുടെ 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇനിയും ഒരു 100 വർഷം കൂടെ ഇതിനേക്കാൾ നന്നായി തന്നെ ഈ ബാങ്ക് ഈ നാടിന് അല്ല ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഈ നാടിന്റെ സകല ജനങ്ങൾക്കും ഏറ്റവും ഉപകാരമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് അരുൺ ചെറിയാനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു. ഏറെ ബഹുമാനപ്പെട്ട ഈ ശതാബ്ദി ആഘോഷ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ സാം ക്രിസ്റ്റി ഡാനിയൽ IPS അവർ, ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ തൊടുപുഴയുടെ MLA ശ്രീ PJ ജോസഫ് സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരായ പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസ്യ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള ബഹുമാനികൾ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ബാങ്ക് 1926 ആരംഭിക്കുമ്പോൾ ആ ആരംഭിച്ച ആളുകൾ ഒരു അംഗത്തിന്റെ പിന്തുണയുള്ള ഒരു അംഗമായി ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. 3 തലമുറകൾക്ക് മുമ്പ് എൻ്റെ വലിയച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് PV തോമസ് കോച്ചിപ്പുഴയുടെ കാലത്ത് അവർ ചേർന്ന് ആരംഭിച്ച ഈ ബാങ്കിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ വേദിയിൽ ആ ബാങ്കിൽ നിൽക്കുന്ന ബാങ്കില് പ്രദേശത്തെ ഒരു പഞ്ചായത്ത് അംഗം ഒരു പൊതുപ്രവർത്തന പാരമ്പര്യത്തോടുകൂടി നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. അത്തരം പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വരുവാനും ഈ ഒരു സാഹിത്യ വേദിയിൽ നിൽക്കുവാനും കിട്ടിയ അവസരത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒപ്പം നാളുകളിൽ ഈ ബാങ്ക് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകുവാനും വർഷങ്ങൾക്കോളം നമുക്കുണ്ടായ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു, ഓരോ ഘട്ടത്തിലും ബാങ്കിന്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരെല്ലാം ഈ ബാങ്കിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിന്ന് കണ്ടതാണ്. അതിനെ സദൈര്യം നേരിടുവാനായി നമുക്ക് കിട്ടിയ ഒരു വലിയ നേതൃത്വം, അതിനെ നേരിട്ടുകൊണ്ട് പല പ്രതിസന്ധികളും നേരിട്ട് ബാങ്കുകളൊക്കെ തകർന്നൊഴിഞ്ഞു പോയപ്പോഴും ഈ ബാങ്കിനെ കരപിടിച്ച് കയറ്റുവാൻ കൈപിടിച്ച് താങ്ങായി നിന്നുകൊണ്ട് കരകയറ്റുവാൻ ശ്രമിക്കുന്ന ഈ ബാങ്ക് ഭരണസമിതിക്കും അതിന്റെ എല്ലാ ജീവനക്കാർക്കും എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നല്ല സഹകാരികളുടെ കൂടുതൽ സഹകരണം ഈ ബാങ്കിന്റെ അഭിവൃദ്ധിക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷവേളയിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു വാർഡ് മെമ്പർ ഇന്ന് സെൻട്രലിയുടെ ഒരു ഡെപ്പോസിറ്റ് സ്കീമിലേക്ക് ഒരു ചെക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് പറഞ്ഞിട്ടില്ല. ശ്രീ സണ്ണി ജോസഫിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ആ ചെക്ക് ഏറ്റുവാങ്ങി ഞങ്ങളുടെ പ്രിയങ്കരിയായ സെക്രട്ടറി ഏൽപ്പിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
മാഡം വായിച്ചേൽപ്പിച്ചാൽ മതി. ഓക്കെ. 25,000 രൂപയാണ് സണ്ണിക്കേട്ടൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മുൻകൈയെടുത്തതായ സണ്ണിയോടുള്ളതായ നിസ്സീമമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മുട്ടം ശ്രീ ബിജു സി ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. ഈ ശതാബ്ദി ആഘോഷത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനായ സാറ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച തൊടുപുഴയുടെ പ്രിയങ്കരനായ എംഎൽഎ ശ്രീ പി ജോസഫ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീ മേഴ്സി ദേവസ്യ അവർ, സ്റ്റേജിലും അതുപോലെ തന്നെ ഇരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും നമുക്കറിയാം. നമ്മൾ തികഞ്ഞൊരു സന്തോഷത്തിന്റെ നിറവിലാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 7 ആളുകൾ ചേർന്ന് ഈ മുട്ടത്തിന്റെ പുരോഗതി സാമ്പത്തികമായി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് ആലോചിച്ച ഒരു കാലം. ആ കാലത്ത് നിന്ന് നമ്മളിന്ന് വളർച്ചയുടെ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയമാണ്. അന്ന് കാർഷിക രംഗങ്ങളിലെ അതുപോലെ തന്നെ നമ്മുടെ വ്യാപാര രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ എല്ലാം സഹായകമായി ഈ ബാങ്ക് മാറി എന്നുള്ളതിന് ഒരു തത്വമില്ല. നമ്മള് ഉച്ചത്തിലേക്ക് നടന്നു വരുമ്പോൾ മറ്റു ബാങ്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ഉദ്ദേശിക്കുമ്പോൾ എനിക്കറിയില്ല എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന ബാങ്കിൽ പോവുകയാണെന്നുള്ളത്. മറിച്ച് സഹകരണ ബാങ്കിലേക്കാണ് വരുന്നത് എങ്കിൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് വരെ പോവുകയാണെന്നുള്ളത്. ആ നമ്മുടെ ഇത് എന്നുള്ള ചിന്ത നമുക്കുള്ളതുകൊണ്ടാണ് എത്ര മോശം കാലാവസ്ഥയിൽ നിന്നും നമുക്കതിനെല്ലാം പടിപടിയായി ഉയർത്തി നമുക്കതിന്റെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് മക്കളായ അതിനെ നയിക്കുവാൻ പ്രാപ്തരായ ഒരു ഭരണസമിതി ഇന്നിവിടെയുണ്ട്. അത് സാറിന്റെ നേതൃത്വത്തിലുള്ള വളരെ അർപ്പിത മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന മെമ്പർമാരും അതുപോലെ തന്നെ സെക്രട്ടറി അവരുടെ സ്റ്റാഫുകളും എല്ലാം കൂടെയുള്ള പ്രയത്നത്തിന്റെ ഫലമായാണ് ഇന്ന് ഈ ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇനിയുള്ള ഒരു വർഷക്കാലം, അതായത് 100ലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇന്നിപ്പം ഇവിടെ ഒരു ചെക്ക് കൈമാറിയതുപോലെ കുറഞ്ഞ തുകയാണെങ്കിൽ കൂടി എല്ലാവിധ സംരക്ഷണം നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും ചെറിയ തുകയിലൂടെയാണ് നമ്മൾ വളർന്നു പോകുന്നത്. ആ ഒരു നിക്ഷേപം നമ്മുടേതെന്ന് പറയുന്ന ബാങ്കിലേക്ക് കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടും സഹകരണം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ CH ഇബ്രാഹിം കുട്ടി കുന്നമ്പത്ത് അവരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ഡാനിയൽ സാർ അവരുടെ, അതുപോലെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത PJ ജോസഫ് സാർ അവരുടെ, മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മേഴ്സി ദേവസ്യ, അതുപോലെ തന്നെ ദിനേശ് ചന്ദ്രൻ, AR സന്തോഷ് സമ്പാട്ട്, AR രാമകൃഷ്ണൻ, ജോയി ചിറക്കൽ, സർക്കാരി തോമസ് കരകോടിയിൽ, സെബാസ്റ്റ്യൻ ജോസഫ്, ശ്രീ ജയേഷ്, KM പരീദർ, ശ്രീ NK ബിജു, നൂറെ പൗലോസ്, ബിജു NK ബിജു അവർ, അതുപോലെ 2 പേരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും റൂറിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ NK ബിജു. സുഹൃത്തുക്കളെ,
അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അരുൺ ചെറിയാൻ പിച്ചപ്പുഴയിൽ, സിബി ജോസ് കുടുംബത്തിൽ തുടങ്ങി ബാങ്കിന്റെ സ്റ്റാഫ് അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബാങ്ക് 1926 ആരംഭിച്ചു. ഇതിന്റെ 75ാം വാർഷികം വളരെ ഭംഗിയായിട്ട് നമ്മളിവിടെ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 100-ലെത്തിയിരിക്കുകയാണ്. ഈ 100ാം വാർഷികം നടക്കുന്ന സമയത്ത് ബാങ്കുകളിലെല്ലാം ചെറിയ ചെറിയ അപാകതകൾ സഹകരണ രംഗത്ത് മൊത്തമുള്ള പ്രശ്നം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇത് ഈ ബാങ്ക് തുടങ്ങിയപ്പോൾ ഈ നാടിന്റെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിൽ കൃഷിക്കാർക്ക്, തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഈ മുട്ട സർവീസ് ബാങ്ക് മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ പൊതുയോഗം എന്ന് പറയുന്നത് പ്രാതിനിധ്യ ജനറൽ ബോഡി ആയിരുന്നു. 50 പേർക്ക് ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന രീതിയായിരുന്നു. ഞാനതില് 50 പേരിൽ ഒരാളായിട്ട് നിന്നിട്ടുണ്ട്. അതിനുശേഷം പല പ്രാവശ്യം ബോർഡ് മെമ്പറായിരുന്നിട്ടുണ്ട്. ഈ സഹകരണ മേഖല തൊഴിലാളികൾക്ക്, കൃഷിക്കാർക്ക്, എല്ലാവർക്കും, ഇവിടെ കൃഷിക്കാർക്ക് നമ്മൾ എന്തോരം വളമാണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ പലചരക്ക്, സ്റ്റേഷനറി, എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുള്ള അന്നത്തെ കാലത്തിന് അനുസൃതമായിട്ട് തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ആവേശമായി മാറിയ ഒരു സഹകരണ ബാങ്കാണ് നമ്മുടെ ബാങ്ക്. ഇന്ന് പല നാഷണലൈസ് ബാങ്കുകളും രംഗത്ത് വന്നതോടുകൂടി അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആ പഴയ സ്നേഹം നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കുവാൻ നമ്മൾ എല്ലാവരും പ്രാപ്തരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ശ്രീ KA പരീദ് കാനാപുരത്തെ സ്വാഗതം ചെയ്യും. ബഹുമാന്യനായ ഈ യോഗത്തിലെ അധ്യക്ഷൻ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന തൊടുപുഴ ബീഗനായ ശ്രീ PS സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ JC, ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ഡെയിൽ, മുസ്ലിംകുടി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സ്വാഗത പ്രസംഗം പറഞ്ഞു എല്ലാവരും പേര് പറഞ്ഞു കടക്കുന്നു. എന്നെ ഈ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ കാണുകയാണ്. ഞാൻ ആദ്യമായി കടന്നു വന്നത് 50 പേരുടെ ഒരു നിങ്ങളായില്ല. ഇന്നലെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ബാങ്കിനെ പറ്റി പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. കുട്ടം പഞ്ചായത്തിൻ്റെ ഒരു തിരുപുറിയായി ശോഭിച്ച ഈ ബാങ്ക് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ പ്രവർത്തനങ്ങൾ മന്ദിരിച്ചു. അത് യാഥാർത്ഥ്യമാണ്. ഇതിന് കാരണം കാർഷിക മേഖല പൂർണ്ണമായി തകർന്നു. അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവന് എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഡിപ്പോസിറ്റുകൾക്ക് പൈസ കൊടുക്കാതിരിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും മാറി മാറി വന്ന ഗവൺമെൻറ് നയം കർഷകരെയും സഹായിക്കുക എന്നുള്ളതുകൊണ്ട് ആളുകാരകത്തേക്ക് മാറി. അതുകൊണ്ടാണ് നമുക്ക് അല്പം ക്ഷീണം സംഭവിച്ചത്. എന്നാൽ നമ്മുടെ സാമ്പത്തിക ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വളരെയേറെ ബാങ്കുകളുണ്ടാക്കിയ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ മേഖലയിലും കടന്നു ചെന്ന് അവരെ കഴിയുന്ന സ്റ്റാഫുകളും എല്ലാവരെയും ബന്ധപ്പെട്ട് ഒരുമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് നേരത്തിലാണ് കൊണ്ടുവരുന്നത്. അടുത്ത വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും ഒരു നല്ല ഒരു ഡെപ്പോസിറ്റുള്ള ഒരു ബാങ്കായി മാറും. അതുപോലെ തന്നെ നിലവിൽ ഡെപ്പോസിറ്റുള്ളവർക്ക് തുടർച്ചയായി കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാണല്ലോ, ഈ വരും ദിവസങ്ങളിൽ ഓരോ മെമ്പർമാരും അവരുടെ കഴിയുന്ന 1000 മുതൽ 500,000 കുഴപ്പമില്ല നമ്മുടെ സ്ഥാപനം നിലനിൽക്കണം. ഈ നാടിൻ്റെ അത്താണിയാണ്. ഒരു കാരണവശാലും തകരുവാൻ പാടില്ല എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല
നമ്മുടെ സഹകരണ മേഖലയിൽ ഒരു ലോൺ കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുള്ളൂ. മറിച്ച് സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള ഒരു ബാങ്കിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ആധാരവും നമ്മുടെ മുഴുവൻ ആധാർ കാർഡും നമ്മുടെ പിതാക്കന്മാർ സ്വത്തും എല്ലാം കൂടെ എഴുതിക്കൊണ്ടെങ്കിൽ മാത്രമേ ഒരു 5000 രൂപ കിട്ടുകയുള്ളൂ. മറിച്ച് സഹകരണ ബാങ്കിലേക്ക് 2 ആളുകൾ മെമ്പർമാർ ഉൾപ്പെടുന്നത് 5000 രൂപയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ തകർച്ചുകൊണ്ടാണ് ഇവിടെ കുറേയേറെ മുത്തൂറ്റ് പോലെയുള്ള ഒരുപാട് ബാങ്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാങ്കിലേക്ക് കടന്നു വന്ന് പരമാവധി ഈ ബാങ്കിനെ ഉണർത്തണം, ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ദൈവം അനുഗ്രഹിക്കുന്നതിന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പ്രോഗ്രാം ഇത്രയും വിജയകരമായി പൂർത്തിയാക്കാൻ നമ്മുടെ കൂടെ സഹകരിച്ച ഏവർക്കും കൃതജ്ഞത അറിയിച്ച് സംസാരിക്കുന്നതിനായി സെക്രട്ടറി ശ്രീമതി രമ്യ ജെ കളപ്പുരയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് ശ്രീ സാംകൃഷ്ണ ഡാനിയൽ IPS, ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത തൊടുപുഴയുടെ MLA ശ്രീ PJ ജോസഫ് സാറ്, മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേസ്യ, മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ദിനേശ് ചന്ദ്രൻ B, വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ AR സന്തോഷ് അമ്പാട്, മുൻ പ്രസിഡന്റുമാർ, AR ഓഫീസിലെ സ്റ്റാഫുകൾ, നമ്മുടെ മുൻ ജീവനക്കാർ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സ്റ്റാഫുകൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ. ആദ്യമായി ഞാൻ നമ്മുടെ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ സാംകൃഷ്ണ ഡാനിയലിന് സാറിന് നന്ദി പറയുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന നമ്മുടെ തൊടുപുഴയുടെ MLA ശ്രീ PJ ജോസഫ് സാറിന് ഞാൻ നന്ദി പറയുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മേഴ്സി ദേസ്യയ്ക്ക് നന്ദി പറയുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ദിനേശ് ചന്ദ്രൻ B, കാടമ്പലം, സതീഷ് ചന്ദ്രൻ, ഇവർക്ക് ഞാൻ നന്ദി പറയുന്നു. യോഗത്തിന്റെ സ്വാഗതം ആശംസിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ J ജോസഫിന് നന്ദി പറയുന്നു. നമ്മുടെ സീനിയർ ജീവനക്കാരനായി ആയിരുന്ന ശ്രീ AR രാമകൃഷ്ണൻ അമ്പാട്ടിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാടിന്റെ ഏറ്റവും അഭിമാനമായ റിട്ടയർഡ് CRPF ജവാൻ 40 വർഷത്തെ സുദീർഘ സേവനത്തിന് ശേഷം നമ്മുടെ ക്ഷണം തിരിച്ചെത്തിച്ചിരുന്ന ശ്രീ AR സന്തോഷ് അമ്പാട്ടിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ബാങ്കിന്റെ കൂടുതൽ ഇടപാടുകൾ നടത്തിയ സഹകാരിയായ ശ്രീ ജോയി ശരിതെല്ല ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ബാങ്കിന്റെ ഇപ്പോഴത്തെ സീനിയർ മെമ്പർ ആയിരിക്കുന്ന നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്ന തോമസ് കറിയ പെരുമ്പഴമ്പ് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിന്റെ ബോർഡ് മെമ്പർ നമുക്കൊരു ഡിപ്പോസിറ്റിന്റെ ചെക്ക് നമ്മുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നമുക്ക് തന്ന സണ്ണി ജോസഫിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാങ്കിന്റെ ആദ്യകാലം മുതൽ നമുക്കിതിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് പോയ നേതൃത്വങ്ങളായിട്ടിരിക്കുന്ന നമ്മുടെ പൂർവികർക്ക് വേണ്ടി ഞാനൊരു ആദരവ് പറയുന്നു. നമ്മുടെ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നമുക്ക് പരസ്യം തന്ന് സഹായിച്ച എല്ലാ സഹകാരികൾക്കും മറ്റെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആശംസ അർപ്പിച്ചിരിക്കുന്ന ശ്രീ NK വിജയ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഗ്ലോറി പൗലോസ്, അവർക്ക് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ബാങ്കിന്റെ വാർഡ് മെമ്പറായ അഡ്വക്കേറ്റ് അരുൺ ചെറിയാന് ആശംസിച്ച് നന്ദി പറയുന്നു. നമ്മുടെ മുൻ പ്രസിഡന്റുമാരായിരുന്ന ശ്രീ CH ഇബ്രാഹിം കുട്ടി കുടുംബത്തിന് ഇവിടെ നമുക്ക് നല്ല ആശംസ അർപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ശ്രീ KA പരീദ് കാനാപുരത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മർച്ചന്റ് അസോസിയേഷൻ
പ്രസിഡന്റ് ശ്രീ വിജു സി ശങ്കറിന് നന്ദി പറയുന്നു. അത് നമ്മുടെ ഇടുക്കിയുടെ ഇവിടെ തിരക്കുകൾ കാരണം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത നമ്മുടെ ഇടുക്കിയുടെ ജോയിന്റ് രജിസ്ട്രാർ ശ്രീ റെയ്നു തോമസ് സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത നമ്മുടെ തൊടുപുഴയുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ ഗീത ഗിലിയൻസ് എന്ന നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ കോംപ്ലർ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിവേദിത ആർ പഴവേലിക്കുളത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ നമ്മുടെ ബാങ്കിന്റെ ബോർഡ് മെമ്പേഴ്സ്, നമ്മുടെ സ്റ്റാഫ്, മുൻ സ്റ്റാഫ്, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. യോഗ നടപടികൾ അവസാനിച്ചതായി അറിയിച്ചു കൊടുക്കുന്നു. നന്ദി ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് നന്ദി പറഞ്ഞ സെക്രട്ടറിക്കും നന്ദി പറയുന്നു.